സാധാരണ റമദാനിൽ ആദ്യത്തെ 10 വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷേ രണ്ടാമത്തെ 10 ആകുമ്പോഴേക്കും നമുക്ക് ഒരുപാട് കേസസ് വരും യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ആയിട്ട്. യൂഷ്വലി നമുക്കറിയാം റമദാനിൽ സാധാരണ പോലെ നമുക്ക് വെള്ളം കുടിക്കാൻ പറ്റില്ല. ഈ റമദാനിൽ യൂറിനറി ഇൻഫെക്ഷൻ ഇല്ലാതെ നോക്കാൻ വേണ്ടിയിട്ടുള്ള 2-3 ടിപ്സ് ഞാൻ പറഞ്ഞുതരാം. ആദ്യം തന്നെ ഒരു 2.5 ലിറ്റർ വെള്ളം, അതായത് ഒരു 8 ഗ്ലാസ് വെള്ളം ഡെയിലി നമ്മൾ കുടിക്കാൻ ശ്രദ്ധിക്കുക. അടുത്തതായിട്ട് നമ്മൾ വാട്ടർ കണ്ടൻറ്റുള്ള ഫ്രൂട്ട്സ് ഇടയ്ക്കിടയ്ക്ക് കഴിക്കുക. വാട്ടർ മെലോൺ, കുക്കുംബർ, ഇത്തരത്തിലുള്ള ഫ്രൂട്ട്സൊക്കെ നന്നായിട്ട് കഴിക്കാം. അതേപോലെ ചായ കാപ്പിയൊക്കെ കംപ്ലീറ്റ് ഒഴിവാക്കുക. ചായ നിർബന്ധമുള്ളവരാണെങ്കിൽ ഒരു ചായ മാത്രം കുടിക്കാം, കാപ്പി കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക. പിന്നെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് വറുത്തതും അതേപോലെ നല്ല സോൾട്ടി ആയിട്ടുള്ളതും സ്പൈസി ആയിട്ടുള്ള ഫുഡ് കഴിയുന്നതും റമദാനിൽ അത്താഴത്തിനും ഇഫ്താറിനും ഒഴിവാക്കുക. അത്താഴം നമ്മൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. അത്താഴത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുന്ന യോഗട്ടും അതേപോലെ കേടൊക്കെ നമ്മുടെ ആ ത്രൂ ഔട്ട് ദ ഡേ നമുക്ക് ഹൈഡ്രേഷൻ തരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ നമുക്ക് ലോവർ അബ്ഡോമിനൽ പെയിനോ ഫീവറോ അല്ലെങ്കിൽ വിറയലൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പെട്ടെന്ന് തന്നെ ഒരു ഡോക്ടറെ കണ്ടിട്ട് ആവശ്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കണം.